ഹലോ സ്റ്റുഡൻസ്, +2 മാത്തമാറ്റിക്സ് ഇൻ്റഗ്രേഷൻ എന്ന 7th ചാപ്റ്ററിൻ്റെ ഫോക്കസ് ഏരിയ ഡിസ്കഷൻ ഓൺലൈൻ ക്ലാസ്സിൻ്റെ 8ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായി ഇൻ്റഗ്രൽ dx/ax² + bx+cയും ഇൻ്റഗ്രൽ dx/√ax²+bx+cയും എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം എന്ന് നമ്മൾ പഠിച്ചു. അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വരുന്ന ടോപ്പിക്കാണ് ഇൻ്റഗ്രൽ ഓഫ് ദ ടൈപ്പ് ഇൻ്റഗ്രൽ px+q / ax² + bx+c dx. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നാൽ എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാമെന്ന് നമുക്ക് ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് ടൈപ്പ് ഇന്റഗ്രൽ ഓഫ് ദ ടൈപ്പ് ഇന്റഗ്രൽ px+q / ax² + bx+c dx. അപ്പോൾ നമ്മൾ ഇന്റഗ്രൽ 1/ax² + bx+c കണ്ടുപിടിക്കാൻ പഠിച്ചതാണ്. ഇവിടെ px+q / ax² + bx+c. അങ്ങനെ വന്നാൽ we take numerator px+q equal to a into derivative of denominator is ax² + bx+c plus b. നെക്സ്റ്റ് എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കുക. എന്നിട്ട് ഇതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. നമുക്ക് ഇത് ഒരു പ്രോബ്ലത്തിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് പ്രോബ്ലം ഇന്റഗ്രൽ x+2 / 2x² + 6x + 5 dx. ഇത് ഈ ടൈപ്പിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ പ്രോബ്ലത്തിലൂടെ നമുക്ക് ഈ ടൈപ്പ് വന്നാൽ എങ്ങനെ ചെയ്യണമെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്താണ് പറഞ്ഞത്? ന്യൂമറേറ്റർ ഈക്വൽ ടു ദാറ്റ് മീൻസ് x+2 ഈക്വൽ ടു a into that means a into derivative of d/dx of denominator is 2x² plus 6x plus 5 plus b. ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാൽ മുകളിൽ ഒരു ലീനിയർ ഫംഗ്ഷനും ഡിനോമിനേറ്ററിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷനും വന്നാൽ ന്യൂമറേറ്റർ ഈക്വൽ ടു a ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ പ്ലസ് b എന്ന് എടുക്കണം. ഈക്വൽ ടു a ഇൻറ്റു what is derivative of this one? 2 into derivative of x², 2x plus 6x derivative 6 into 1 that is 6, 5 derivative 0 plus b. That means x+2 equal to a into 2 into 2 4x plus 6 plus b. Take this one equation number 1. എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിച്ച് ഇതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എങ്ങനെ? ഇതേ രീതിയിൽ തന്നാൽ നമുക്ക് എങ്ങനെ വാല്യൂ കണ്ടുപിടിക്കാം? ഇക്വേറ്റ് ചെയ്താൽ മതിയല്ലോ. അപ്പൊ ഇവിടെ x+2 മീൻസ് 1x plus 2 equal to here 4ax plus 6a plus b. ബ്രാക്കറ്റ് റിമൂവ് ചെയ്തു. നെക്സ്റ്റ് കോഎഫിഷ്യന്റ് ഓഫ് എക്സും കോൺസ്റ്റന്റ് ടേമും ഇക്വേറ്റ് ചെയ്യുക. ഹിയർ 4a and here 1. 4a equal to 1. From this a equal to 1/4. നമുക്ക് a കിട്ടി.
Next 6a plus b equal to 2. 6a plus b equal to 2. എയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ 6 into 1/4 plus b equal to 2. Then b equal to 2. 6 into 1/4, 6/4. That is 2 minus, what is 6/4? 2 cut ചെയ്താൽ 3/2 കിട്ടും. അപ്പോൾ 4 minus 3 divided by 2 is 1/2. We get a equal to 1/4 and b equal to 1/2. Next, a യുടെയും b യുടെയും വാല്യൂ ഇക്വേഷൻ നമ്പർ 1 ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. We get x plus 2 equal to a into, that means 1/4 into 4x plus 6 plus b is 1/2. Next step will integrate ചെയ്യാം. അപ്പോൾ x plus 2y divided by 2x square plus 6x plus 5 ഈ 3 ടേമിനും കൊടുക്കുക. x plus 2 divided by 2x square plus 6x plus 5 equal to 1/4 4x plus 6 divided by 2x square plus 6x plus 5 plus 1/2. അവിടെ ഡിവൈഡ് ചെയ്യണമെങ്കിൽ 1/2x square plus 6x plus 5. അപ്പോൾ നമുക്ക് ഈ ഇന്റഗ്രലാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. നമ്മൾ x plus 2 ഇതേ രീതിയിൽ എഴുതി. അപ്പോൾ ഈ 3 ടേമിനെയും x plus 2 divided by 2x square plus 6x plus 5, 4x plus 6 divided by 2x square plus 6x plus 5, 1/2 divided by 12, 1/2 into 1/2x square plus 6x plus 5. നെക്സ്റ്റ് ഇതിന് വേണ്ടത് ഇന്റഗ്രൽ. അപ്പൊ 3 ടേമിലും ഇന്റഗ്രൽ ഡിഎക്സ്, ഇന്റഗ്രൽ ഡിഎക്സ് 1/4 ഇന്റഗ്രലിന് ഔട്ട്സൈഡ് എടുക്കുക. അപ്പൊ ഇന്റഗ്രൽ ഡിഎക്സ് 1/2 ഇന്റഗ്രലിന് ഔട്ട്സൈഡ് എടുക്കുക, ഇന്റഗ്രൽ ഡിഎക്സ്. നെക്സ്റ്റ് ഈ രണ്ട് ഇന്റഗ്രലും ഫൈൻഡ് ഔട്ട് ചെയ്യണം. For 1/4 into, take this integral as I1 plus 1/2, ഈ ഇന്റഗ്രലിന് I2 എന്ന് ഡിനോട്ട് ചെയ്യാം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ I1 ഉം I2 ഉം കണ്ടുപിടിക്കുക. ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലും ഇന്റഗ്രൽ 1/ax square plus bx plus 5 ഇത് രണ്ടും ആ ടൈപ്പിൽ നമ്മൾ പഠിച്ച ഇന്റഗ്രൽ ആണ്. അപ്പൊ ഈ രണ്ട് ഇന്റഗ്രലും ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. നെക്സ്റ്റ് നമുക്ക് I1 equal to integral 4x plus 6 divided by 2x square plus 6x plus 5 dx ഇവാലുവേറ്റ് ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് ആണ് ന്യൂമറേറ്ററിൽ വരിക. അങ്ങനെയാകുമ്പോ ടേക്ക് ഡിനോമിനേറ്റർ ഈക്വൽ ടു t ഈക്വൽ ടു 2x സ്ക്വയർ പ്ലസ് 6x പ്ലസ് 5. അപ്പോ ഈ ടൈപ്പ് ഏത് പ്രോബ്ലം എടുത്താലും ഇത് ഡെറിവേറ്റീവും ഇത് ഫംഗ്ഷനും ആയിരിക്കും വരിക. ഏത് പ്രോബ്ലം ചെയ്യേണ്ടത് ഒരേ മെത്തേഡിലാണ്. നെക്സ്റ്റ് dt by dx ഈക്വൽ ടു 2x square derivative 2 into 2x plus 6 into 1, it is 4x plus 6. Then dt by 4x plus 6 equal to dx.
നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണ്. അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഹെൻസ് I1 ഈക്വൽ ടു ഇന്റഗ്രൽ 4x plus 6 divided by 2x square plus 6x plus 5 t ആണ്. T into dx. What is dx? dt divided by 4x plus 6. Then 4x plus 6 cancelled. Remain ചെയ്യുന്നത് ഇന്റഗ്രൽ 1 by t dt ആണ്. എല്ലാ പ്രോബ്ലത്തിലും ഇതേ രീതിയിൽ കട്ടായിട്ട് ഇന്റഗ്രൽ 1 by t dt ആണ് അവിടെ കിട്ടുക. 1 by t യുടെ ഇന്റഗ്രൽ log t. അപ്പൊ log modulus of t plus c. What is t? Log t equal to 2x square plus 6x plus 5 plus c. ഈ പ്രോബ്ലത്തിൽ I1 always equal to log denominator. ഈ രീതിയിൽ ചെയ്താൽ log denominator plus c ആണ് I1 എല്ലാ പ്രോബ്ലത്തിലും നമുക്ക് കിട്ടുക. നെക്സ്റ്റ് I2 ഫൈൻഡ് ഔട്ട് ചെയ്യാം. I2 ഈക്വൽ ടു ഇന്റഗ്രൽ 1 by 2x square plus 6x plus 5 dx. ഇത് ഇന്റഗ്രൽ ഓഫ് 1 by ax square bx plus c ടൈപ്പ് ആണ്. ഹിയർ ഫസ്റ്റ് ചെയ്യേണ്ടത് എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ഔട്ട്സൈഡ് എടുക്കുക. ദെൻ 1 by 2 ഇന്റഗ്രൽ 1 by എല്ലാ ടേമിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ 2x സ്ക്വയർ by 2 പ്ലസ് 6x by 2 plus 5 by 2 dx equal to 1 by 2 integral 1 into dx divided by x square plus 6 by 2 3. By x square plus 3x plus 5 by 2. X square plus 3x plus 5 by 2. Next x square plus 3x plus 5 by 2 ന complete in the square ചെയ്യുക. Equal to 1 by 2 integral dx divided by x square plus 3x coefficient of x by 2 whole square add ചെയ്യുകയും subtract ചെയ്യുകയും ചെയ്യണം. അപ്പോൾ then what is coefficient of x by 2? Coefficient of x is 3 divided by 2 means 3 by 2. അതിന്റെ സ്ക്വയർ 9 by 4. 9 by 4 ആഡ് ചെയ്യുക, സബ്സ്ട്രാക്ട് ചെയ്യുക. മൈനസ് 9 by 4. 9 by 4 ആഡ് ചെയ്തു, സബ്സ്ട്രാക്ട് ചെയ്തു. Then remaining 5 by 2 plus 5 by 2. Then first three terms equal to 1 by 2 integral dx divided by x coefficient of x by 2 3 by 2 x plus 3 by 2 whole square. Then minus 9 by 4 plus 5 by 2. 9 by 4 plus 5 by 2 equal to minus 18 plus 20 divided by 4 into 8 equal to minus 18 plus 20 2 by 8. Then what is 2 by 8? 1 by 4 or plus 1 by 4. 1 by 4 നെ നമുക്ക് എങ്ങനെ എഴുതാം? 1 by 2 whole square. Then ഇത് ഏത് ഇന്റഗ്രലിലേക്ക് മാറി? ഇന്റഗ്രൽ dx by x square plus a square. അപ്പൊ ഇവിടെ റൂട്ട് ഇല്ലാത്തതുകൊണ്ട് ഫസ്റ്റ് നമ്മളുടെ ആ 6 ഇന്റഗ്രലിന്റെ ഫസ്റ്റ് 3 ടൈപ്പിലേക്ക് ചേഞ്ച് ചെയ്യും. ഇവിടെ ഇന്റഗ്രൽ dx by x square plus a square equal to 1 by 2 into 1 by a tan inverse x by a plus c equal to here x equal to x plus 3 by 2, a equal to 1 by 2. So 1 by 2 into
1 by a is 1 by 2 tan inverse x plus 3 by 2 divided by a 1 by 2 plus c 2 correct ചെയ്യും. 1 into 1 എല്ലാം 1 ആണ്. tan inverse x plus 3 by 2 divided by 1 by 2 നമുക്ക് ഇതിനെ cross multiply ചെയ്യാം. Then what we get? 2x plus 3 divided by 2 whole divided by 1 by 2 കിട്ടും. സിംപ്ലിഫൈ ചെയ്താൽ tan inverse 2x plus 3 divided by 2 divided by 1 by 2. ഈ 2 കട്ട് ചെയ്തു. Then what is remaining? Tan inverse 2x plus 3 plus c. Thus we get I2 equal to tan inverse 2x plus 3, I1 equal to log 2x square plus 6x plus 5. ഈ I1 ഉം I2 ഉം നമ്മൾ ആ നേരത്തെ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമ്മളുടെ റിക്വയർഡ് ഇന്റഗ്രൽ കിട്ടും. ഹെൻസ് റിക്വയർഡ് ഇന്റഗ്രൽ I1 ഉം I2 ഉം ഫൈൻഡ് ഔട്ട് ചെയ്തതുകൊണ്ട് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇന്റഗ്രൽ x plus 2 by 2x square plus 6x plus 5 dx. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഈക്വൽ ടു നമുക്ക് എന്താണ് കിട്ടിയത്? 1 by 4 I1 plus 1 by 2 I2. 1 by 4 I1 നമുക്ക് കിട്ടിയതിലൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. log 2x square plus 6x plus 5 plus 1 by 2 I2 കിട്ടിയത് tan inverse 2x plus 3 plus c. Hence the required integral equal to 1 by 4 log 2x square plus 6x plus 5 plus 1 by 2 tan inverse 2x plus 3 plus c. അപ്പോൾ മെത്തേഡ് ബ്രീഫ് ആയിട്ട് പറയാം. ഫസ്റ്റ് സ്റ്റെപ്പിൽ numerator, that means px plus q equal to a into derivative of denominator, that is ax square plus bx plus c plus b. ഇതേ രീതിയിൽ ആദ്യം എഴുതുക. numerator equal to a into derivative of denominator plus b. ഇതിന്റെ ഡെറിവേറ്റീവ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഇതിന്റെ ഡെറിവേറ്റീവ് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് ഫൈൻഡ് a and b. കോഎഫിഷ്യന്റ് ഓഫ് എക്സും കോൺസ്റ്റന്റ് ടേമും കമ്പയർ ചെയ്തിട്ട് എയും ബിയും ഫൈൻഡ് ഔട്ട് ചെയ്യാം. ആ എയും ബിയും ഇതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതിന് നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് കിട്ടിയിട്ടുണ്ടാവും. അതിൽ എയും ബിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതിനുശേഷം ഡിവൈഡഡ് ബൈ 3 ടേമാണ് ഇവിടെയും ഡിവൈഡഡ് ബൈ ഇതിന്റെ ഡിനോമിനേറ്റർ കൊടുക്കുക. നെക്സ്റ്റ് ഇന്റഗ്രൽ 3 ടേമിലും എടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് എയുടെ വാല്യൂ എന്താണോ കിട്ടിയത് ഇൻറ്റു I1 പ്ലസ് ബിയുടെ വാല്യൂ ഇൻറ്റു I2 ആയിരിക്കും. നെക്സ്റ്റ് സ്റ്റെപ്പിൽ I1 ഉം I2 ഉം ഫൈൻഡ് ഔട്ട് ചെയ്യുക. I1 ഫൈൻഡ് ഔട്ട് ചെയ്താൽ കിട്ടുന്ന ആൻസർ ലോഗ് ഡിനോമിനേറ്റർ ആയിരിക്കും. അപ്പോൾ ഇതിന്റെ ഡിനോമിനേറ്റർ ഇവിടെ എന്താണോ അതായിരിക്കും I1 കിട്ടുക. ലോഗ് ഡിനോമിനേറ്റർ. I2നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ആ മെത്തേഡ് യൂസ് ചെയ്താൽ I2 കിട്ടും. അപ്പൊ ഇതാണ് ഇത് മെത്തേഡ്. ഒരു ലെങ്തി മെത്തേഡ് ആണെങ്കിലും വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്റഗ്രൽ x plus 3 divided by x square minus 2x minus 5 dx. അപ്പോൾ ഫസ്റ്റ് ന്യൂമറേറ്റർ ഈക്വൽ ടു a into derivative of denominator d by dx of x square minus 2x minus 5 plus b. Derivative find out here is a into derivative of x square 2x minus 2x into derivative 2 5 0 ആണ് plus b.
ദാറ്റ് ഈസ് എക്സ് പ്ലസ് 3. അപ്പോ നമ്മൾ ഡെറിവേറ്റീവ് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അതിനെ സിംപ്ലിഫൈ ചെയ്തു. അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് ഡിനോട്ട് ചെയ്യുക. നെക്സ്റ്റ് സ്റ്റെപ്പിൽ എയുടെയും ബിയുടെയും വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്ത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ എയുടെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ കോഎഫിഷ്യന്റ് ഇക്വേറ്റ് ചെയ്യണം. അപ്പൊ എക്സ് മീൻസ് 1x plus 3 ഈക്വൽ ടു 2ax മൈനസ് 2a പ്ലസ് b. കോഎഫിഷ്യന്റ്സ് കമ്പയർ ചെയ്യാം. ഹിയർ 2a, ഹിയർ 1. 2a ഈക്വൽ ടു 1 is a equal to 1/2. Then constant term minus 2a plus b equal to 3. Then b equal to 3 minus 2a equal to plus 2a. A equal to 1/2. So 3 plus 2 into 1/2. 2 into 1/2 is 2 into 1 കിട്ടും. 3 plus 1 equal to 4. Thus we get A equal to 1/2, B equal to 4. അപ്പൊ എയുടെയും ബിയുടെയും വാല്യൂ നമുക്ക് നെക്സ്റ്റ് ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇൻ ഇക്വേഷൻ നമ്പർ 1 x plus 3 equal to a into, that means 1/2 into 2x minus 2 plus b, that is plus 4. ഇത് ചെയ്യേണ്ടത് x plus 3 divided by x square minus 2x minus 5 ഈ മൂന്ന് ടേമിനെയും divided by x square minus 2x minus 5 is x plus 3 divided by x square minus 2x minus 5 equal to 1/2 into 2x minus 2 divided by x square minus 2x minus 5 plus 4 ആയതുകൊണ്ട് 4 into 1 by എഴുതാം. 1 by x square minus 2x minus 5. നെക്സ്റ്റ് സ്റ്റെപ്പ് ആക്കണ്ട, ഇവിടെ തന്നെ എന്ത് ചെയ്യാം, ഇന്റഗ്രൽ dx, ഹിയർ 1/2 into ഇന്റഗ്രൽ dx, 4 into ഇന്റഗ്രൽ dx. നെക്സ്റ്റ് ടേക്ക് ഇന്റഗ്രൽ 2x minus 2 divided by x square minus 2x minus 5 as I1, ഇന്റഗ്രൽ 1 by x square minus 2x minus 5 dx as I2. നെക്സ്റ്റ് ചെയ്യേണ്ടത് I1ന്റെയും I2ന്റെയും വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്ത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമുക്ക് മനസ്സിലായി വാട്ട് ഈസ് I1, ലോഗ് മോഡുലസ് ഓഫ് ഡിനോമിനേറ്റർ ആയിരിക്കും. അപ്പൊ ലോഗ് മോഡുലസ് x സ്ക്വയർ മൈനസ് 2x മൈനസ് 5 ആയിരിക്കും I1 കിട്ടുക. നമുക്കത് നെക്സ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പൊ ഇനി നമ്മൾ ചെയ്യേണ്ടത് I1ഉം I2ഉം ഫൈൻഡ് ഔട്ട് ചെയ്ത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് കൺസിഡർ ചെയ്യാം. നെക്സ്റ്റ് I1 equal to integral 2x minus 2 divided by x square minus 2x minus 5. Here take t equal to x square minus 2x minus 5. dt by dx equal to 2x minus 2. x square 2x, 2x 2. Then dt by 2x minus 2 equal to dx. Substitute ചെയ്യാം. I1 equal to integral 2x minus 2 divided by t dx equal to dt by 2x minus 2. 2x minus 2, 2x minus 2 cancel ചെയ്യാം. ഇന്റഗ്രൽ 1 by t dt. ഇതാണ് നേരത്തെ പറഞ്ഞത്. ഏത് പ്രോബ്ലം വന്നാലും ഈ സ്റ്റെപ്പിൽ എത്തുമ്പോൾ 1 by tയുടെ ഇന്റഗ്രൽ ആണ് കിട്ടുക. ഇന്റഗ്രൽ ഓഫ് 1 by t ഈക്വൽ ടു ലോഗ് മോഡ് t പ്ലസ് c. നമുക്ക് വേണമെങ്കിൽ ഇവിടെ c1 എന്നും
നെക്സ്റ്റ് I2 കണ്ടുപിടിക്കുമ്പോൾ C2 എന്നും കൊടുത്ത് ലാസ്റ്റ് പ്ലസ് C എല്ലാം കോൺസ്റ്റന്റ് ആണ്. പ്ലസ് C1 എന്ന് എഴുതാം. ഒരു കോൺസ്റ്റന്റ് എന്നുള്ള ഒരർത്ഥത്തിലാണ് നമ്മൾ അവിടെ C എഴുതുന്നത്. ലോഗ് മോഡുലസ് ഓഫ് t is x square minus 2x minus 5 plus C1. We get I1 equal to log modulus of x square minus 2x minus 5 plus C1. Next find I2. I2 equal to integral 1 by x square minus 2x minus 5 dx. Here coefficient of x square equal to 1 ആണ്. അതുകൊണ്ട് outside എടുക്കാൻ നമുക്കൊന്നുമില്ല. Then coefficient of x equal to -2 divided by 2 equal to -1. -1 ന്റെ സ്ക്വയർ 1 ആണ്. Integral 1 by x square minus 2x plus 1 minus 1 minus 5 dx equal to integral 1 by this one a minus b whole square, that is x minus 1 whole square minus 1 minus 5 is minus 6 dx equal to integral 1 by x minus 1 whole square. 6 നമുക്ക് a square ഫോമിൽ എഴുതണം. That means 6 പെർഫെക്റ്റ് സ്ക്വയർ അല്ലാത്തത് കൊണ്ട് √6 സ്ക്വയർ എന്ന് എഴുതാം dx. Then integral dx by x square minus a square. ആ 6 ഇന്റഗ്രലിന്റെ ഫസ്റ്റ് ഇന്റഗ്രൽ ഈക്വൽ ടു 1 by 2a log x minus a by x plus a plus c. Here x equal to x minus 1, a equal to √6. Substitute ചെയ്യാം. 1 by 2a, that is √6 log x equal to x minus 1 ആണ്. അപ്പൊ x minus 1 minus √6 divided by x minus 1 plus a, that is plus √6 plus c. അപ്പൊ ഇതാണ് നമ്മളുടെ I2 കിട്ടുന്നത്. അപ്പൊ I2 ഫൈൻഡ് ഔട്ട് ചെയ്യാൻ x square minus 2x minus 5 ആണ്. അതിനെ കംപ്ലീറ്റ്ലി സ്ക്വയർ ചെയ്തു. 6 ആയതുകൊണ്ട് √6 സ്ക്വയർ എഴുതി. 1 by x square minus a square ഫോർമുല 1 by 2a log x minus a by x plus a plus c. Here x equal to x minus 1, a equal to √6. Thus we get the answer 1 by 2 √6 log x minus 1 minus √6 divided by x minus 1 plus √6 plus c. I1 കിട്ടി, I2 കിട്ടി. I1ന്റെയും I2ന്റെയും വാല്യൂ ഇക്വേഷൻ നമ്പർ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ റിക്വയർഡ് ഇന്റഗ്രൽ കിട്ടും. In equation number 2 is integral x plus 3 divided by x square minus 2x minus 5 dx. ഇതാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഈക്വൽ ടു 1 by 2 I1 ആയിരുന്നു. അപ്പൊ 1 by 2 I1 plus 4I2. ഇതാണ് ഇക്വേഷൻ നമ്പർ 2. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 1 by 2 I1 equal to log x square minus 2x minus 5 plus C1. ഇത് നമുക്ക് വേണമെങ്കിൽ C2 ഡിനോട്ട് ചെയ്യാം. കോൺസ്റ്റന്റ് അർത്ഥത്തിൽ പ്ലസ് 4 into I2. I2 is 1 by 2 √6 log
x minus 1 minus root 6 divided by x minus 1 plus root 6 plus c2 equal to 1 by 2 log x square minus 2x minus 5 plus 1 by 2 ഈ C1 ഉം C2 ഉം ഒക്കെ നമുക്ക് കോൺസ്റ്റന്റ് C ആയിട്ട് കൊടുക്കാം. 4C2 ആണ് ഇവിടെ വരിക. അപ്പൊ C1 പ്ലസ് 4C2 ന് പ്ലസ് C ആയിട്ട് കൊടുക്കുക. ലാസ്റ്റ് എല്ലാ കോൺസ്റ്റന്റും പ്ലസ് C ആയിട്ട് കൊടുക്കുക. അപ്പൊ 4 into 1 by 2 2 ആയിട്ട് എടുക്കുക. അപ്പൊ പ്ലസ് 2 by root 6 log x minus 1 minus root 6 by x minus 1 plus root 6 plus എല്ലാ കോൺസ്റ്റന്റും കൂടെ പ്ലസ് C. ഇതാണ് ആൻസർ വരുന്നത്. ഇനി ഹോംവർക്ക് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇന്റഗ്രൽ എക്സ് പ്ലസ് 2 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 3 dx. അപ്പോൾ ഇവിടെ എക്സ് പ്ലസ് 2 ഈക്വൽ ടു എ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 3 പ്ലസ് ബി എന്ന് കൊടുക്കുക. ദെൻ വാട്ട് ഈസ് എ? ഹിയർ 2x. അപ്പോൾ 2a ഈക്വൽ ടു 1. അപ്പോൾ എ ഈക്വൽ ടു 1 by 2 വരും. ബിയും ഫൈൻഡ് ഔട്ട് ചെയ്യുക. അപ്പോൾ എ ഇൻറ്റു I1 പ്ലസ് I2 കിട്ടും. വാട്ട് ഈസ് I1? ലോഗ് മോഡുലസ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 3 ആയിരിക്കും I1 വരിക. I2 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച മെത്തേഡ് യൂസ് ചെയ്തിട്ട് I2 കണ്ടുപിടിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നെക്സ്റ്റ് ഹിയർ 5x മൈനസ് 2 ഡിവൈഡഡ് ബൈ ഇതിൽ നമുക്ക് എങ്ങനെ എഴുതാം? 3x സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 എന്ന് എഴുതുക. അതും ഇതേ മെത്തേഡിൽ ചെയ്യുക. നെക്സ്റ്റ് ഇന്റഗ്രൽ 5x പ്ലസ് 3 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 10 dx. അപ്പോൾ ഈ മെത്തേഡ് ഒരു ലെങ്തി മെത്തേഡാണ്. പക്ഷെ നമ്മൾ കഴിഞ്ഞ ഇൻ്റഗ്രേഷൻ്റെ ക്ലാസ്സുകളിൽ പഠിച്ച സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡും പർട്ടിക്കുലർ ഫങ്ഷൻസിൻ്റെ ഇൻ്റഗ്രലുമാണ് ഇതിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ px പ്ലസ് ക്യൂ ഡിവൈഡ് ബൈ റൂട്ട് ax സ്ക്വയർ പ്ലസ് bx പ്ലസ് c എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് പഠിക്കാം.